അല്ലാഹു പറഞ്ഞതുപോലെ അങ്ങ് നേർവഴിയിൽ നിൽക്കണമേ. ശയ്യബത്നി ഹൂദുൻ വ അഖവാതുഹാ എന്ന് നബി തങ്ങൾ പറയുമ്പോൾ ഈ ആയത്ത് ഈ അഖവാത്തുകളായ സൂറത്തിൽ കിടക്കുകയാണ്. ഫസ്തഖിം കമാ ഉമിർത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ലോകത്തെ ചർച്ചാ വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷയം അല്ലാഹുവിൻ്റെ വിഷയമാണ്. മനുഷ്യ ജീവിതം അത് എത്ര വില പിടിച്ചതാണ്, എത്രയധികം തിരക്കുകൾക്കിടയിലൂടെയാണ് നമ്മൾ ഓടുന്നതെങ്കിലും മനുഷ്യ ജീവിതത്തിന്റെ മുഹൂർത്തങ്ങളിൽ അതിസങ്കീർണവും അത്യധികം മൂല്യമുള്ളതുമായ മുഹൂർത്തം എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് യാത്ര തിരിക്കുന്ന, ഈ ലോകത്തോട് യാത്ര ചോദിക്കുകയും പരലോകത്തേക്ക് മുഖം തിരിച്ച് പരലോക യാത്രയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന നേരം, ആ നേരത്തിനിടയിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നതൊക്കെ ആ സമയത്തേക്കുള്ള വഴിമരുന്നുകൾ മാത്രമാണ്, പാഥേയം മാത്രമാണ്, വേറൊന്നുമില്ല. അവിടെ ജയിക്കുന്നവൻ ജയിച്ചു, ആ മുഹൂർത്തത്തിൽ രക്ഷപ്പെടുന്നവൻ രക്ഷപ്പെട്ടു, അല്ലാത്തവർ ഖാബ വഖസിർ. അല്ലാഹു നമുക്ക് ആ നേരത്തെ വിജയം നൽകട്ടെ. വലൗ അന്ന അഹ്ലൽ ഇൽമി സാനൂഹു സാനഹും വലൗ അല്ലമൂഹു ഫിന്നുഫൂസി ലഅല്ലമാ വലാകിൻ അദല്ലൂഹു ജിഹാറൻ വജഹമു മുഹയ്യാഹു ബിൽ അത്മാഇ ഹത്താ തജഹമാ. ഒരു ആലിമിന്, ഒരു പണ്ഡിതന്, ഒരു മുത്തഅല്ലിമിന് ആ തൻ്റെ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്ന ഇൽമുമായി ഒരു ബഹുമാനമുണ്ടായിരുന്നുവെങ്കിൽ ആ ഇൽമ് ആ വ്യക്തികളെ ആദരിക്കുമായിരുന്നു. അവനവൻ്റെ നെഞ്ചിനുള്ളിൽ കിടക്കുന്ന ഇൽമ്, മനസ്സിൽ കിടക്കുന്ന ഇൽമ്, അഖലിൽ കിടക്കുന്ന ഇൽമ്, ആ ഇൽമിനെ സംരക്ഷിക്കണമെന്ന് അതിൻ്റെ അഹ്ലുകാർക്ക് ഒരു ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇൽമ് ആലിമീങ്ങളെ സംരക്ഷിക്കുമായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ولكن أذلوه جهارا وجهموا محياه بالأطماع حتى تجهما. പടച്ചതമ്പുരാന്റെ കിതാബിൻ്റെയും ഹബീബിൻ്റെ സുന്നത്തിൻ്റെയും അവിടുത്തെ താബിഉകളായി കടന്നു വന്ന അസറുകളുടെയും ഇൽമിൻ്റെ പ്രകാശത്തിൻ്റെ കാവലാളുകളാകേണ്ട ആളുകൾ ولكن أذلوه جهارا وجهموا محياه بالأطماع حتى تجهما. ഭൗതിക ലോകത്ത് എവിടെയാണ് എനിക്ക് അധികാരം കിട്ടുന്നത്, എവിടെയാണ് എനിക്ക് സ്വാധീനം കിട്ടുന്നത്, ആരാണ് എന്നെ പരിഗണിക്കുന്നത്, ആരാണ് എനിക്ക് ഉത്തരം നൽകുന്നത്, ആരുടെ കൂടെ നടന്നാലാണ് എനിക്ക് ഭൗതിക നേട്ടമുണ്ടാകുന്നത് എന്നിടത്തേക്ക് ഒരു ആലിം, പണ്ഡിതന്മാർ നോക്കുകയാണെങ്കിൽ തജഹമാ, ആ ഇൽമിൻ്റെ എല്ലാ പവിത്രതയും അവിടെ
തച്ചുടക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത് എന്ന് എത്ര മനോഹരമായ വാക്ക്! മഹാനായ ഷരീഫുൽ ജുർജാനി തങ്ങൾ പാടിയ അദ്ദേഹത്തിൻ്റെ കവിതയാണിത്. ഇൽമെന്ന് പറയുന്നത് അത് അല്ലാഹു നൽകുന്ന നിധിയാണ്. ആ നിധിയെ ഭൗതികതയുടെ, സമ്പത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ സുഖസൗകര്യങ്ങളുടെ, അത് ആ സുഖസൗകര്യങ്ങളുടെ കാരണമാക്കി മാറ്റാതെ ഇൽമിനെ ഇൽമായി നമ്മൾ സംരക്ഷിച്ചു കൊണ്ട് നടന്നിരുന്നുവെങ്കിൽ ഇൽമ് ആലിമീങ്ങളെ തന്നെ ബഹുമാനിക്കുമായിരുന്നു. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ആലിമീങ്ങളുടെ മഹത്വം ഇങ്ങനെ പഠിപ്പിച്ചത്. ഫളുൽ ആലിമി അലൽ ആബിദി, അറിവില്ലാതെ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാളും അറിവുണ്ടായിട്ട് കുറഞ്ഞ ഇബാദത്തുള്ളൂ. എന്നാൽ പോലും ആ മനുഷ്യന്റെ ഇൽമു കൊണ്ട് അയാൾ രക്ഷപ്പെടുമെന്നും, സൂര്യന് അല്ലെങ്കിൽ ചന്ദ്രഗോളത്തിന് മറ്റു നക്ഷത്രങ്ങളെക്കാൾ എത്രയാണ് സ്ഥാനമുള്ളത് എന്നതുപോലെ സാധാരണക്കാരായ എത്രയോ സുന്നത്ത് നോമ്പും സുന്നത്ത് നിസ്കാരവും ചെയ്യുന്ന ആളുകളെക്കാളൊക്കെ ഒരുപാട് മഹത്വം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന അമലുകൾ കുറഞ്ഞാൽ പോലും ഇൽമുള്ള ആലിമീങ്ങൾക്ക് അല്ലാഹു നൽകുന്നുവെന്ന് ഈ ദീൻ പഠിപ്പിക്കാൻ കാരണം അതാണ്. ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന ഇൽമിന്റെ മഹത്വമാണത്. അതിനെ കളങ്കപ്പെടുത്തിക്കൂടാ. ഗസാലിമാൻ പറയാ, ഒരു ആലിമിന് തോന്നുകയാണ്, ഞാൻ ആ പഠിക്കാൻ പോകുന്ന കാലം, കണ്ണിയത്തുസ്താദ് കോളേജിലൊക്കെ പഠിക്കാൻ പോയ കാലം, ഞാൻ വല്ല BSc-യോ MSc-യോ SCC ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രൊഫഷണലായി മാറാമായിരുന്നല്ലോ, എനിക്കൊരു ബിസിനസ് തുടങ്ങാമായിരുന്നല്ലോ. എന്തിനെ ഞാൻ എൻ്റെ കാലം ഇങ്ങനെ സഞ്ചാനും അജ്നാസൊക്കെ ഓതിയിട്ട്, എന്തിനാ അൽഫിയൊക്കെ കാണാപ്പാടാക്കിയിട്ട് എന്തിനാണ് എൻ്റെ കാലഘട്ടം കഴിച്ചു കൂട്ടിയത് എന്നൊരു മനുഷ്യന് തോന്നിയാൽ, ഒരു മുതഅല്ലിമിന് തോന്നിയാൽ, അല്ലാഹു ബഹുമാനിച്ച വലിയൊരു കാര്യത്തെ നിങ്ങൾ നിസ്സാരമായി കണ്ടു എന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ട് ഇൽമെന്ന് പറയുന്നത് നമ്മുടെ ഗായത്താണ്. അത് നമ്മുടെ ഗായത്താണ്. ആ ഗായത്തിലേക്ക് എങ്ങനെ എത്തണമെന്ന് പഠിപ്പിച്ചു തരുന്ന സ്ഥാപനമാണ് എല്ലാ മുതവ്വല് നൽകുന്ന കോളേജുകളും. എങ്ങനെ പഠിക്കുക, എങ്ങനെ ഗായത്തിലേക്ക് നീങ്ങാം. ഗായത്തെ എത്തി എന്ന് പറയാൻ പറ്റില്ല, ഗായത്തിലേക്ക് നീങ്ങൽ എങ്ങനെ എന്ന് പഠിപ്പിച്ചു തരിക ചെയ്യുക. പിന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്, പിന്നെയാണ് അറിവിൻ്റെ ലോകത്തേക്ക് പോകേണ്ടത്. എന്തിനാണ് അറിവെന്നറിയോ? മനുഷ്യരോട് കരുണ കാണിക്കാൻ. എന്തിനാ ഇൽമ്? മനുഷ്യരോട് കരുണ കാണിക്കാൻ. എന്താണത്? എങ്ങനെ ഇൽമ് കൊണ്ട് മനുഷ്യരോട് കരുണ കാണിക്കുക? കണ്ണ് കാണാത്തൊരു മനുഷ്യൻ ഒരു പൊട്ടക്കിണറ്റിലേക്ക് അറിയാതെ വീഴാൻ പോകുമ്പോഴേ രണ്ട് കണ്ണും കാണുന്ന ഒരു മനുഷ്യൻ ഓടിച്ചെന്ന് അയാളുടെ കൈപിടിക്കൂലേ എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഈ വെളിച്ചം എത്തിയിട്ടില്ലാത്ത കണ്ണുകളിലേക്ക് ദീനിൻ്റെ വെളിച്ചം എത്തിക്കലാണ് ദീനിൻ്റെ ഖാദിമിൻ്റെ ദൗത്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. യുക്തിവാദികൾക്ക് യുക്തിഭദ്രമായ മറുപടികൾ, അജ്ഞാനികൾക്ക് ജ്ഞാനത്തിൻ്റെ അറിവുകളുടെ മണിമുത്തുകൾ, അന്ധതയിൽ നടന്നു പോകുന്ന ആളുകൾക്ക് വെളിച്ചത്തിൻ്റെ പ്രഭാവലയം സൃഷ്ടിച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് ആരാ? ചെയ്യേണ്ടത് ആരാ? ആലിമീങ്ങളാണ്, ദീനിൻ്റെ ഖാദിമീങ്ങളാണ്, ദീനിൻ്റെ മുതഅല്ലിമീങ്ങളാണ്. ആ ദൗത്യ നിർവഹണമാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത്. ലഖദ് ജാഅകും റസൂലും من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. മനുഷ്യരോട്, മുഅ്മിനീങ്ങളോട് പ്രത്യേകിച്ച് കാരുണ്യമുള്ള, ഹൃദയത്തിനുള്ളിൽ ദയാവായ്പുള്ള, നിങ്ങൾക്ക് നന്മ വരണം, നിങ്ങൾക്ക് അറിവുണ്ടാകണം, നിങ്ങൾക്ക് ഹിദായത്തുണ്ടാകണം, നിങ്ങൾക്ക് വെളിച്ചം കിട്ടണം എന്ന് നിങ്ങളെക്കാൾ നിങ്ങളുടെ വിഷയത്തിൽ ആഗ്രഹമുള്ളവരാണ് മുഹമ്മദ് റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങളെക്കാളും തങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സുബ്ഹാനല്ലാഹ്. തങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനേക്കാളും നിങ്ങളുടെ നഫ്സിനെ നിങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ടവരാണ് റസൂലുള്ളാഹി തങ്ങൾ. നിങ്ങൾക്ക് നന്മ വരണം. നിങ്ങൾ ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അവർ വഴിതെറ്റിയവരാണ്, ഹൃദയം ശൂന്യമായവർ, അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചൊല്ലാൻ സൗഭാഗ്യമില്ലാത്തവർ, പടച്ചവൻ ആരാണെന്ന് പോലും മനസ്സിലായിട്ടില്ലാത്തവർ. ഒരു സുബ്ഹാനല്ലാഹ് പറയണമെങ്കിൽ ആരാണ് അള്ളാഹു എന്നറിയണ്ടേ? മുനസ്സഹുൻ അനിസ് സിഫാത്തിർ റദീലത്തി കുല്ലിഹ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ പരിപൂർണതകളുടെയും സിഫാത്തുകളുള്ളവനാണ്. അതോടൊപ്പം ഒരു ന്യൂനതയുടെയും സിഫാത്തുകൾ അള്ളാഹുവിനില്ല. അതാണ് സുബ്ഹാനല്ലാഹ്. വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. കൻസും മിൻ കുനൂസിൽ ജന്നഹ്. സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധിയാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്റാണത്. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ അത്ഭുതപ്പെടുന്ന എന്തൊക്കെയുണ്ട് ഈ ലോകത്ത്, കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്നത് എല്ലാം അത്ഭുതമാണ്. ഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അല്ലാഹു ഏകനാൻ, അത് ഒരുത്തനാണ്. കുറെ പടച്ചോന്മാരെ പാടില്ല. ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ്, ഒരു കിങ്, ഒരു നേതാവ് എന്ന് പറയുന്ന പോലെ എല്ലാ പടപ്പുകളുടെയും ഉടമസ്ഥനായ ഒരു സൃഷ്ടാവ്. ഇതറിയിക്കുന്നതാണ് ഓരോ മണൽത്തരിയും, ഇതറിയിക്കുന്നതാണ് ഓരോ മരവും ഓരോ ചെടിയും. നമ്മൾ ചവിട്ടി നടക്കുന്ന കല്ലുകൾ പോലും അല്ലാഹുവിൻ്റെ അസ്തിത്വം വിളിച്ചു പറയുകയാണ്. വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അതുകൊണ്ടാണ് പുണ്യനബി തങ്ങൾ മനുഷ്യർക്ക് ഇത്രമേൽ നന്മ ചൊരിഞ്ഞു കൊടുത്തത്. അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ. നുബുവത്തിന്റെ ആദ്യകാലം 13 വർഷം, പ്രവാചകത്വം കിട്ടിയ 13 വർഷം സ്വഹാബിമാരെ പഠിപ്പിച്ചത് നിസ്കാരമോ നോമ്പോ സക്കാത്തോ ആണോ? അല്ല. ആദ്യത്തെ 13 വർഷം പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചത് മൻ ഹുവല്ലാഹ്. ആരാണ് അല്ലാഹു? ആരാണ് മലക്കുകള്? എന്താണ് ഖിയാമത്ത് നാള്? ആരാണ് അമ്പിയാക്കന്മാർ? എന്താണ് ആഖിറം? എന്താണ് സ്വർഗം നരകം? ഈമാൻ കാര്യങ്ങളാ ആദ്യത്തെ 13 കൊല്ലം പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചത്. ആദ്യത്തെ 13 കൊല്ലത്തെ വഅദ്, ഹബീബിന്റെ ദർസ്, ഹബീബിന്റെ ഉത്ബോധനം ഈമാൻ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇസ്ലാം കാര്യം തുടങ്ങിയത്. ഷഹാദത്ത് ആദ്യം തുടങ്ങി. ഇസ്ലാം കാര്യങ്ങളിൽ ഇബാദത്തിന്റെ ഭാഗമായി വരുന്ന നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും വരുന്നത് ഈമാൻ കാര്യം 13 കൊല്ലം പഠിപ്പിച്ചതിന് ശേഷമാണ്. സുബ്ഹാനല്ലാഹ്. അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ടാണ് പുണ്യ നബി തങ്ങൾ പറയാറുള്ളത്, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്നഹു ബില്ലാഹി തആല. മരണസമയത്ത് പോലും ഓർക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ചാണെന്ന്. അതല്ലേ ആ പറയുന്നതിന്റെ അർത്ഥം? നിങ്ങൾ മരിക്കുമ്പോൾ ഓർക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ച്. ലാ യമൂതന്ന അഹദുകും, നിങ്ങൾക്ക് മരണം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇല്ലാ വഹുവ യുഹ്സിനു ളന്നഹു ബില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് നല്ലതേ നിങ്ങൾ വിചാരിക്കാവൂ. അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചുകൊണ്ടേ മരണപ്പെടാവൂ. മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, മരണം അരികത്തെത്തി എന്ന് തോന്നാൻ തുടങ്ങുമ്പോൾ നിർബന്ധമായും നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കാവൂ. എൻ്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തും, എൻ്റെ റബ്ബെനിക്ക് മാപ്പ് തരും, എൻ്റെ അല്ലാഹുവിൻ്റെ തൗബ സ്വീകരിച്ചിരിക്കും, എൻ്റെ റബ്ബൻ്റെ ദുആ സ്വീകരിച്ചിരിക്കും, എൻ്റെ റബ്ബ് അവൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങളാൽ എന്നെ സ്വീകരിക്കും എന്ന് മാത്രമേ നിങ്ങൾ വിചാരിക്കാവൂ. എന്നെ റബ്ബ് ശിക്ഷിക്കുമോ? ഞാൻ നരകത്തിലേക്കാണോ? എൻ്റെ ഖബർ അദാബായിരിക്കുമോ? അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഇലാ റൗഹിം വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ. കടന്നു വന്നോളൂ
ശാന്തി പൂണ്ട് കിടക്കുന്ന ആത്മാവേ, ഉഖ്റുജി അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇലാ റൗഹിൻ വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ. ഇത് പറയുന്ന മലക്കുകളുടെ ആ ഒരു നേരം ആലോചിച്ചു നോക്കൂ. അതാണല്ലോ മുഹൂർത്തങ്ങളിൽ ഏറ്റവും വലിയ മുഹൂർത്തം. മനുഷ്യ ജീവിതത്തിന്റെ നിർണായകമായ സമയം അതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ഇങ്ങ് കടന്നു വന്നോളൂ. ഒരിക്കലും നിങ്ങളോട് കോപിക്കാത്ത കാരുണ്യവാന്റെ അരികത്തേക്ക് പോരുന്നുണ്ടോ? ഇത് ചോദിച്ചുകൊണ്ടാണ് മലക്കുകൾ മുഅ്മിനീങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത് അത്രേ. സുബ്ഹാനല്ലാഹ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ആലിമാണ്, ആലിമീങ്ങളുടെ നേതാവാണ്. അല്ലമഹു ശദീദുൽ ഖുവാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇൽമുകളിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമ് ഏതാണ്? ഇസ്ലാമിന്റെ ഇൽമുകളിൽ ഏറ്റവും വലിയ ഇൽമ് ഏതാണ്? ദീനിന്റെ അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഗുണം വേണം എന്ന് ആഗ്രഹിക്കലാണ്. ഇൽമിന്റെ അറിവുകളിൽ, ദീനിന്റെ അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അതാണത്രേ, അദ്ദീനു അന്നസീഹ. ഇസ്ലാം എന്ന് പറയുന്നത് നസീഹയാണ്. നസീഹ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വേദ പറയലാണ്. അല്ല. നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഉറുദി പറയലാണോ? അതിനങ്ങനെ അർത്ഥമുണ്ട്. പക്ഷേ ഹദീസിൽ പറഞ്ഞ ഈ നസീഹത്ത് എന്താണ്? എല്ലാവർക്കും നന്മ വരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. ഒരു തോൽക്കട്ടെ, ഒരു പരാജയപ്പെടട്ടെ, ഒരു നാണം കെടട്ടെ, ഇതൊരു മുഅ്മിന് ചിന്തിക്കാൻ പാടില്ല എന്നാണ്. അദ്ദീനു അന്നസീഹ. പാപികളായ ആളുകളെ കുറിച്ച് പോലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവർ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കലാണ് ദീൻ. അതാണ് മഅറൂഫുൽ ഖർഖി തങ്ങളുടെ ചരിത്രം നമ്മൾ ഓർക്കാറുള്ളത്. വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹിയോട് ചില ശിഷ്യന്മാർ ഇമാം അവറുകളെ നമ്മൾ പറയില്ലേ ഇങ്ങോട്ട് പൊക്കി പറയാന്ന്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനാണ്. സാഹിബുൽ മുസ്നദ് 40,000 ഹദീസുകൾ സമാഹരിച്ച വലിയൊരു കിതാബിൻ്റെ ഹദീസിൻ്റെ ജാമിഅ. മഹാനവറുകളോട് ശിഷ്യന്മാർ പറഞ്ഞു, അന്ന് ജീവിച്ചിരിപ്പുള്ള മഹാനാണ് മഅറൂഫുൽ ഖർഖി തങ്ങൾ. ഇറാഖുകാരനാണ്, അള്ളാഹിൻ്റെ വലിയായിരുന്നു, സൂഫിയായിരുന്നു. മഅറൂഫുൽ ഖർഖി തങ്ങളുടെ പിന്നാലെ ഒരുപാട് ശിഷ്യന്മാർ, ഒരുപാട് ഔലിയാക്കന്മാർ, മുരീദന്മാർ മഅറൂഫ് തങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കും. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു അസൂയ തോന്നൂല. എന്താ അപ്പോൾ അവിടെ കുറേ ആൾക്ക് ആ ദർസിൽ കുറേ കുട്ടികൾ പോകുന്നുണ്ട്, എൻ്റെ അടുത്ത് അത്ര വരുന്നില്ലല്ലോ. അപ്പോൾ അത് മനുഷ്യ സഹജമായ ഒരു ചില തോന്നലുകൾ വരാം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് തോന്നിയെന്നല്ലേ ഞാൻ പറയുന്നത്. ചില ശിഷ്യന്മാർ പറഞ്ഞു, ഇമാം അവറുകളെ മഅറൂഫുൽ ഖർഖി തങ്ങളുടെ കൂടെ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നടക്കുന്നത് കണ്ടില്ലേ? നിങ്ങളെപ്പോലുള്ള അറിവൊക്കെ അത്ര വലിയ ഇൽമുൽ ഹദീസൊന്നും, അദ്ദേഹം മുഹദ്ദിസ് അല്ലല്ലോ, ഹാഫിദ് അല്ലല്ലോ. ഹാഫിദുൽ ഹദീസ്, ഖുർആന്റെ ഹാഫിദോ, ഖുർആന്റെ ഹാഫിദീങ്ങളാണെന്ന എല്ലാ മുൻഗാമികളായ ആലിമീങ്ങളും ഖുർആന്റെ ഹാഫിദീങ്ങളാണ്. ഹാഫിദ് അല്ലാത്തൊരു ആലിമിനെ നമ്മുടെ മുൻകാല സലഫ് സ്വാലിഹീങ്ങളിൽ ചിന്തിക്കാൻ കഴിയില്ല. ഒരു ആലിമാണോ ബൈ ഡിഫോൾട്ട് അവർ ഹാഫിദീങ്ങളായിരിക്കും. ഹാഫിദ് അല്ലാത്തൊരു ആലിം ഉണ്ടാവില്ല. അപ്പോൾ മുഹദ്ദിസൊന്നും അല്ലല്ലോ, പിന്നെ എന്താ കുറേ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നതിനേക്കാളും ആളുകളൊക്കെ മഅറൂഫുൽ ഖർഖിയുടെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ എന്നാണ് ഉസ്താദിനൊന്ന് പൊക്കിയതാണ്. മഹാനവറുകൾ ഉയർന്നെഴുന്നേറ്റു. ആ പൊക്കല് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞു. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എൻ്റെ ശിഷ്യന്മാരെ, മഅറൂഫ് തങ്ങളെക്കാളും ഞാൻ വലിയ ആളാണെന്ന് എന്നെ പൊക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ മൂപ്പിച്ച് കയറ്റണല്ലേ? നിങ്ങൾക്കറിയുമോ, വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. മഅറൂഫുൽ ഖർഖിയുടെ ജീവിതത്തിൽ കിട്ടിയ വിശുദ്ധി, ആ കറാമത്തുകൾ, ആ മഹാന്റെ മഹത്വം, അതല്ലേ ഇൽമു കൊണ്ട് കിട്ടേണ്ടത്?
എനിക്ക് കിട്ടിയതിനേക്കാളും ഒരുപാട് കിട്ടിയ മഹാനല്ലേ അദ്ദേഹം. അദ്ദേഹം വലിയ മുദരിസൊന്നുമല്ല, ശരിയാണ്. ഹദീത്ത് പണ്ഡിതനാണോ? അതുമല്ല. ഒരുപാട് ഹദീത്തുകളൊന്നും പഠിപ്പിച്ചില്ല. പക്ഷേ അള്ളാഹുവിന്റെ വലിയായിരുന്നു. ആ ഔലിയാക്കന്മാരെത്തിയ മഖാമിലേക്ക് എത്തലല്ലേ ഇൽമിന്റെ ലക്ഷ്യം. ഇൽമു കൊണ്ട് അതല്ലേ കിട്ടേണ്ടത്, അതല്ലേ മഅറൂഫുൽ ഖർഖി കിട്ടിയത്. ആ മഹാനും ഞാനും എവിടെ കിടക്കുന്നു? അദ്ദേഹമല്ലയോ എന്നെക്കാളും മുമ്പിൽ കിടക്കുന്നത് എന്ന് സ്വന്തം ശിഷ്യന്മാർക്ക് തിരുത്തി കൊടുത്തു അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. മഅറൂഫുൽ ഖർഖി തങ്ങളെ കുറിച്ച് അറിയപ്പെട്ട മുത്തവാത്തിറായ ഒരു സംഭവമുണ്ട് എന്ന് പറയാമെങ്കിൽ, ദിജലയുടെ ഇറാഖിലെ ടൈഗ്രീസ് നദിയുടെ ഓരത്തുകൂടെ അങ്ങനെ പോകുമ്പോൾ, നിങ്ങൾ കേട്ട ചരിത്രമാണ്, നമ്മൾ വാൽവിലൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഒരു മഗ്രിബിന്റെ സമയം കുറെ ചെറുപ്പക്കാർ ഒരു സൗറഖിൽ, ഒരു തോണിയിൽ പാട്ടും പാടിയിട്ട് വിളക്കും കത്തിച്ച് ഡാൻസ് ചെയ്ത് കള്ളു കുടിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ പുഴയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോ കൂടെയുള്ള ശിഷ്യന്മാര് മഅറൂഫ് തങ്ങളോട് പറഞ്ഞു, യാ ശൈഖന, ഞങ്ങളുടെ ശൈഖവറുകളെ, ഈ ഇറാഖ്, ഈ ബഗ്ദാദിലെ ഏറ്റവും കുരുത്തം കെട്ട ആളുകൾ മൊത്തം ആ തോണിയിലുണ്ട്. അവരങ്ങ് മുങ്ങിയാൽ ഈ നാട് നന്നാവും. കുരുത്തം കെട്ട മുഴുവൻ ആളുകളും ഈ തോണിയിൽ ഇപ്പുണ്ട്. അതുകൊണ്ട് മഅറൂഫ് തങ്ങളെ, ആ നൗക, ആ ഒരു തോണി, ആ ബോട്ട് ദിജലയുടെ ഓളങ്ങളിലൊന്നും മുങ്ങി താഴാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കോ, ഞങ്ങളൊക്കെ ആമീൻ പറയാന്ന് പറഞ്ഞു. ഞാൻ ദ്വാരക്കാന്ന് പറഞ്ഞു. എല്ലാവരും ആമീൻ ചൊല്ലാൻ പോവാ. സുബ്ഹാനല്ലാഹ്. മഗ്രിബിന്റെ നേരം അവർ നിസ്കരിച്ചിട്ടില്ല എന്നറിയാം. അവർ കള്ളു കുടിച്ചിട്ടാണ്, അല്ലെങ്കിൽ കുടിക്കാതെയാണ്. പക്ഷെ പാട്ടുപാടി നൃത്തം ചെയ്ത് വിളക്ക് കത്തിച്ച് ആനന്ദിക്കുക. ഇശാ മഗ്രിബിന്റെ ഇടയിലൊന്നും സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ അതൊന്നും ചെയ്യൂല എന്ന് ഉറപ്പാണല്ലോ. അപ്പൊ കുരുത്തം കെട്ട ആൾക്കാരാണെന്ന് കൂടുള്ള ആളുകൾ ഉറപ്പിച്ചു. അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. അല്ലാഹു അലം. മഅറൂഫ് ഞങ്ങൾ പറഞ്ഞു, ഞാൻ ദുആയിരക്കാം, നിങ്ങൾക്ക് ആമീൻ പറഞ്ഞോളൂ. ഇന്നി ദാഇം ഫഅമിനു. എല്ലാവരും കൈ ഉയർത്തി ആമീൻ പറയാൻ നിൽക്കുക. മഅറൂഫ് തങ്ങൾ എന്ന് പറയുന്ന ഈ മഹാനുഭാവൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹ്ഹും ഫിൽ ആഖിറ. പടച്ചവനെ, ഈ ലോകത്ത് അവർക്ക് ഇങ്ങനെ ചിരിക്കാൻ അവസരം കൊടുത്തതുപോലെ നാളെ പരലോകത്തും നീ അവരെ സന്തോഷിപ്പിക്കണമേ. ആമീൻ പറയാ വേണ്ടത്. പടച്ചവനെ, എന്തായി പറയേണ്ടത്? മഅറൂഫുൽ ഖർഖി തങ്ങൾ അവർ കള്ളുകുടിയന്മാരായി ജീവിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. പടച്ചവനെ, നാളെ സ്വർഗലോകത്തവരെ നീ കൊണ്ടുവരണം, അതിനവസരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ മക്കളെ നീ നന്നാക്കണം പടച്ചവനെ എന്നതിൻ്റെ അർത്ഥം. മുക്കി താഴ്ത്തണേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരോട് അവരെ നീ രക്ഷപ്പെടുത്തു റബ്ബേ, അവരെ നീ നന്നാക്കി കൊടുക്ക് പടച്ചവനെ. ദുനിയാവിലൊക്കെ ഇങ്ങനെ ചിരിച്ചു നടക്കണ പോലെ നാളെ ആഖിറത്തിൽ ചിരിക്കാൻ അവർക്ക് അവസരം കൊടുക്കണമേ. അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹ്ഹും ഫിൽ ആഖിറ. ഇതാണ് ഒരു ആലിമിന്റെ മനസ്സ്, ഇതാണ് ഒരു സയ്യിദിന്റെ മനസ്സ്, ഇതാണ് അള്ളാഹിന്റെ ഒരു വലിയിന്റെ മനസ്സ്. അവരാരും ഓരങ്ങ് തോൽക്കട്ടെ, ഓരങ്ങ് മരിച്ചു പോട്ടെ, ഓർക്ക് അങ്ങനെ സംഭവിക്കട്ടെ, ഇങ്ങനെ കുരുത്തക്കേടുണ്ടാവട്ടെ, ഇതൊന്നും ഒരു മുഅ്മിന് ചിന്തിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? അദ്ദീനു അന്നസ്വീഹ. ദീൻ എന്ന് പറയുന്നത് ആദം നബിയുടെ മക്കളിൽ ഓരോരുത്തർക്കും, മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും, അവർക്ക് നന്മ വരണം, ഹിദായത്ത് കിട്ടണം എന്ന് ഖൽബ് കൊണ്ട് കൊതിക്കലാണ്. അത് നമുക്ക് എത്ര കണ്ടുണ്ട്, എത്ര കണ്ട് നമ്മളുടെ കീശയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ഇത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദീനു അന്നസ്വീഹ. അല്ലാഹുവേ, നീ നന്നാക്കണേ. ഞാനാണോ ശരി, അവരാണോ ശരി? അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അല്ലാഹുവാണ് തീരുമാനം എടുക്കേണ്ട ആള്. ഞാനോ ശരി, നിങ്ങളോ ശരി. ദലീലുകൾക്ക് സംസാരിക്കാൻ കഴിയും, പക്ഷെ ഹുക്മ് പറയുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഞങ്ങളല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ പോകട്ടെ നരകത്തിലേക്ക്, അങ്ങനൊന്നും ഒരു മുഅ്മിന് പറയാൻ കഴിയൂലേ, ചിന്തിക്കാൻ പാടില്ലെന്നാണ്. അദ്ദീനു അന്നസ്വീഹ. അതുകൊണ്ടാണ് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ബദരിയാണ്. ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു, ബദറിൽപ്പെട്ട ബദരിയായ സ്വഹാബിയാണ്, നഖീബിയാണ്, നുഖബായിൽപ്പെട്ട സ്വഹാബിയാണ്. മഹാനവറുകൾ അഖബിയാണ്, ബൈഅത്തുൽ അഖബയിൽ പങ്കെടുത്ത ഉഹദിയാണ്. ബദരിയുൻ വ അഖബിയുൻ വ ഉഹദിയുൻ. അങ്ങനത്തെ മഹാനാണ് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കൈപിടിച്ചുകൊണ്ട് ബായഅനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു. എന്ത്? അല സമഇ വത്വാഅ. നബിയേ, അങ്ങ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും നബിയേ. ഞങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇത് ബുദ്ധിയെ പണയം വെച്ചു എന്ന് യുക്തിവാദി പറയും. നമ്മൾ യുക്തിവാദികളോടല്ല വേദ പറയണത്. ആദ്യം യുക്തിവാദികളോട് ഞാൻ പറയാം, നിങ്ങൾ ആരും ഈ വഴിക്കന്നെ വരണ്ട, ഇവരോടൊക്കെ പോയിക്കോ. ഇത് മുഅ്മിനീങ്ങളോടും ഇസ്ലാം വിശ്വസിക്കുന്നവരോടുമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. നീ ഓൺലൈനിലൊക്കെ ഉള്ളതുകൊണ്ട് പലരും കാര്യം വെറുതെ ഓരോ നീതി വിട്ട് ഏറ്റവും സമയം പോകണ്ട. നിങ്ങളോടല്ല ഈ പറയും, നിങ്ങൾ പോയിക്കോ. നിങ്ങളോടല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞ് തിരിയുന്ന ആളുകളോട് സംസാരിച്ചിട്ടില്ലേ കാര്യമുള്ളൂ. ഇത് മുഅ്മിനീങ്ങളോടാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് സമഅൻ വത്വാഅ. അവിടെ നമ്മുടെ ചിന്തകൾ മാറ്റിവെക്കുകയാണ്. എന്തുകൊണ്ട്? അഖ്ലും മിനൽ ഖാരിജ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഖ്ലിനേക്കാളും പുറത്ത് കിടക്കുന്ന ഒരു അഖൽ നമ്മളുമായി സംവദിക്കാൻ തുടങ്ങിയാൽ അതാണ് വഹി. ആ വഹി വന്നാൽ ഈ അഖൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സമഅൻ വത്വാഅ, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു നബിയെ. ഹബീബിനോട് ബൈഅത്ത് ചെയ്തു. സ്വഹാബി പറയാൻ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, ബായഅനാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സമഇ വത്വാഅ. പുണ്യ നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. അങ്ങ് പറയുന്നത് അങ്ങനെ കേൾക്കുകയും അങ്ങനെ അനുസരിക്കുകയും ചെയ്യുന്നവരാണ് റബ്ബേ ഞങ്ങൾ. നബിയേ, ഞങ്ങൾ ഫിൽ ഉസ്രി വൽ യുസ്രി. ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ദാരിദ്ര്യമാണെങ്കിലും സമ്പത്തുണ്ടെങ്കിലും നബിയേ, അങ്ങ് പറയുന്നത് ഞങ്ങൾ അനുസരിക്കും നബിയേ, അനുസരിക്കും. വൽ മൻഷതി വൽ മക്റഹി. ഞങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിലും ഞങ്ങളുടെ മനസ്സിന് വിഷമമുള്ള സമയമാണെങ്കിലും ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ നബിയേ ഞങ്ങൾ അനുസരിക്കും. റസൂലേ, ഞങ്ങൾ അനുസരിക്കും. വഅലാ അസറത്തിൻ അലൈനാ. നബിയേ, അത് ഞങ്ങൾക്ക് നഷ്ടമാകുന്ന വിഷയമാണെങ്കിൽ പോലും, ഞങ്ങളെ നോക്കാതെ ഞങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ പോലും നബിയേ ഞങ്ങൾ അങ്ങയുടെ വാക്കനുസരിക്കും നബിയേ. പിന്നെ പറഞ്ഞു വഅലാ അല്ലാ നുനാസിഅൽ അംറ അഹ്ലഹു. നിങ്ങളൊരാളെ നേതാവായി നിശ്ചയിച്ചാൽ, ഒരാളെ നിങ്ങൾ അമീറായി നിശ്ചയിച്ചാൽ, നിങ്ങളുടെ നേതാവും ഖായിദുമായി നിശ്ചയിച്ചാൽ പിന്നെ അവരോട് തർക്കിക്കാൻ പോകരുത്. ആ നേതൃത്വത്തെ പഴിചാരി പറയരുത്. നേതൃത്വത്തെ നിങ്ങൾ മോശമാക്കരുത്. ഒരു ഉമ്മത്തിന്റെ വഹ്ദത്തിനെ ഇല്ലായ്മ ചെയ്യരുത്. വഅലാ അൻ നഖൂല ബിൽ ഹഖ് ഹൈസുമാ കുന്നാ. ഞങ്ങൾ എവിടെയാണെങ്കിലും സത്യത്തിന്റെ കൂടെ നിൽക്കൂ. ന്യായവും സത്യവും അദലും നീതിയും എവിടെയാണോ അവിടെയാണ് ഞങ്ങൾ ഉണ്ടാവുക. ഇതൊരു വലിയൊരു വിഷയമാണ്. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യാം, ഭാര്യ തെറ്റ് ചെയ്യാം, ഭർത്താവ് തെറ്റ് ചെയ്യാം, വാപ്പൻ്റെ അടുത്ത് തെറ്റ് പറ്റിയേക്കാം, ഉമ്മൻ്റെ അടുത്ത് തെറ്റ് പറ്റിയേക്കാം. നമ്മൾ ന്യായത്തിൻ്റെ കൂടെയാണ്. ഉമ്മയുടെ വാപ്പയുടെ ഒക്കെ സ്നേഹം അവിടെ തന്നെ ഇരിക്കട്ടെ, പക്ഷേ ന്യായം ന്യായമായിട്ട് അംഗീകരിക്കും. എൻ്റെ ഉമ്മ ചെയ്തതൊക്കെ ശരിയാണ്, എൻ്റെ ഭാര്യ ചെയ്തത് മുഴുവൻ ശരിയാ, എൻ്റെ മകൻ ചെയ്തത് മുഴുവൻ ശരിയാ. അങ്ങനൊരു ശരി ഇസ്ലാമിലില്ല. അത് ഹഖാണോ അദ്ലാണോ ഖിസ്താണോ ഒക്കെ ഇല്ലേ, നമ്മൾ നന്മയുടെ കൂടെയാണ്. വഅല്ലാ നുനാസിഅൽ അംറ കുല്ലഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ പഠിപ്പിക്കുകയാണ്. സ്വഹാബികളെ നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഹദീസുകൾ കേൾക്കുമ്പോൾ അങ്ങനെ ആലോചിക്കേണ്ടത്, ഇത് എൻ്റെ അഖലാണ്, എൻ്റെ തല. അത് വഹയും മിനദ് ദാഖിൽ, പുറത്തുനിന്ന് വരുന്ന വഹി, ഖുർആനും ഹദീസും ദീനിൻ്റെ ശഈറത്തുകളും ശരീഅത്തുൽ ഇസ്ലാം. അത് അഖ്ലുൻ മിനൽ ഖാരിജ്, അത് മറ്റൊരു അഖലാണ്. അത് പുറത്തുനിന്ന് വരുന്ന അഖലാണ്, അത് മറ്റൊരു ബുദ്ധിയാണ്. ആ ഖാരിജിലെ ബുദ്ധിയെ വഹയെന്ന്, ഇത് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ ഉണ്ടാക്കി പറയല്ല. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ അൽ വഹ്യു അഖ്ലുൻ മിനൽ ഖാരിജ് വൽ അഖ്ലു വഹ്യുൻ മിനദ് ദാഖിൽ. ഗസാലി ഇമാം അതുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം എന്നറിയപ്പെടുന്നത്. എത്ര വലിയ ആഴമേറിയ അറിവുകളുടെ വാക്കുകളാണ്
മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളുടേത്. യാ അല്ലാഹ്, ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു കാന യുസമ്മ ബിയൂസുഫി സ്വഹാബ. സ്വഹാബാക്കളിലെ യൂസുഫ് നബി എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ് ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. വലിയ സൗന്ദര്യമുള്ള സ്വഹാബിയായിരുന്നു ജരീർ ഇബ്നു അബ്ദില്ലാഹി അൽ ബജലി റളിയല്ലാഹു അൻഹു. കുറച്ച് ഹദീസുകളാണ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒരു വഫദിൻ്റെ കൂടെ വന്നതാണ്. ആ രംഗമൊക്കെ അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ചെന്നതും കൂടുതൽ ആൾക്കാരൊക്കെ ഒട്ടപ്പുറന്ന് ഓടി മദീന പള്ളിയിലേക്ക് ഓടി. മഹാനായ ജരീർ എന്നവർ കുളിക്കാൻ പോയി, വൃത്തിയായി ഡ്രസ്സ് മാറി, സുഗന്ധമൊക്കെ പൂശിയിട്ട് നബി തങ്ങളെ കാണാൻ പോയി. ബാക്കിയുള്ളവർ ഓടി ആദ്യം തന്നെ മദീനത്തേക്ക് എത്തിയപ്പോൾ അവർ ഓടി മദീന പള്ളിയിലേക്ക്. ഈ സ്വഹാബി ഇങ്ങനെ ഒറ്റക്ക് സുമുഖനായി കുളിച്ച് വൃത്തിയായി വരുന്നത് കണ്ടപ്പോൾ ആ സ്വഹാബി ഇഷ്ടപ്പെട്ടുകൊണ്ട് നിബിതങ്ങൾ യാ ജരീർ മഹാനായ ജരീർ റളിയല്ലാഹു അൻഹുവിനെ നിബിതങ്ങൾ ഇഷ്ടപ്പെട്ടതും മഹാനവറുകൾ ആ സ്വഭാവത്തെ നിബിതങ്ങൾ പുകഴ്ത്തിയതുമൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. മഹാനവറുകൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയാൻ ഈജിപ്തിലല്ല, മഹാനവറുകൾ അമീറായി ജോലി ചെയ്തിരുന്ന സമയം മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനവറുകൾ അമീറായിരുന്ന നാട്ടിൽ മുഗീറ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മുഹാജിറായ സ്വഹാബിയാണ് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു. മുഹാജിറാൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബിയാണ്. അങ്ങനെ മുഗീറ തങ്ങളുടെ നാട്ടിൽ ഒരു നേതാവ് മരണപ്പെട്ടപ്പോൾ അടുത്തത് ആരാണ്? വലിയ വിഷയമായി, വലിയ ചർച്ചയായി, ബഹളമായി, ബുദ്ധിമുട്ടായി. ആ സമയത്ത് ജരീർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ആ നഗരത്തിലുണ്ട്. മഹാനവറുകൾ മിമ്പറിലേക്ക് കയറി ചെന്നു. ഫസഇദൽ മിമ്പർ ഫഖാമ ഖതീബൻ. അവരുടെ മുമ്പിൽ ഖുതുബ നിർവഹിക്കുകയാണ് ജരീർ തങ്ങൾ. അവിടുത്തെ നേതാവ് മരിച്ചിരിക്കുകയാണ്, പുതിയൊരു നേതാവ് വന്നിട്ടില്ല. അപ്പോഴേക്കും ആര്, ഞാൻ, നിങ്ങൾ, അവരെ എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടക്കുകയാണ്. അതൊരു ബഹളത്തിലേക്ക്, ഒരു ഫിത്നയിലേക്ക്, ഉമ്മത്തിനൊരു നേതാവില്ലാത്ത അവസ്ഥ വരുമോ എന്ന് പേടിച്ചു കൊണ്ടിരുന്നപ്പോൾ മഹാനായ ജരീർ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ നേരെ മിമ്പറിലേക്ക് കയറി ചെന്നു. മഹാനവറുകൾ അയ്യുഹന്നാസ്, ജനങ്ങളെ, അലൈക്കും ബിത്തിഖാഇല്ലാഹി വസ്സകീനഹ് ഹത്താ യഅതിയകുമുൽ അമീർ ഫഇന്നമാ യഅതീകും അൽആൻ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വബിസ്സകീന, ശാന്തമായിരിക്കണം. ഇതൊരു നേതാവ് പറഞ്ഞാൽ അനുയായികൾ ശാന്തമായി ഇരിക്കണം. പിന്നെയും ഫേസ്ബുക്കിൽ എഴുതുക, അത് ചെയ്യരുത്. ഒരു നേതാവിൻ്റെ വാക്കിന്, ഒരു ആലിമിൻ്റെ വാക്കിന്, ഒരു സയ്യിദിൻ്റെ വാക്കിന്, നമ്മുടെ ഗുരുനാഥന്മാരുടെ വാക്കുകൾക്ക് വില കൊടുക്കുക എന്ന് പറഞ്ഞത് അദബുകളിൽപ്പെട്ട വലിയൊരു അദബാണ്. ഇൽമ് അമലില്ലെങ്കിലും ചിലപ്പോൾ രക്ഷപ്പെടുന്ന, അദബില്ലെങ്കിൽ രക്ഷപ്പെടുക പ്രയാസമാണ്. നമ്മൾ ഖലീലുൽ അദബായി മാറുന്ന ഒരു പ്രശ്നം വല്ലാണ്ട് കാണുന്നുണ്ട്. വേദന കൊണ്ട് പറയാൻ, അലൈക്കും ബിസ്സകീന, നിങ്ങൾ ശാന്തമായിരിക്കണേ, പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കരുത്, അതാരായിരുന്നാലും. അലൈക്കും ബിസ്സകീന. എന്തൊരു മനോഹരമാണ് നമ്മുടെ ദീൻ, എന്തിനൊക്കെയാണ് മാതൃകകൾ. യാ അയ്യുഹന്നാസ് അലൈക്കും ബിത്തിഖാഇല്ലാഹ്. ജനങ്ങളെ, ഒരു നേതാവ് മരിച്ചിരിക്കുന്നു. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ഇവിടെ മരിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയല്ലിൻ. നിങ്ങൾ നിങ്ങളുടെ പോരിശ പറഞ്ഞിവിടെ അടിപിടി ഉണ്ടാക്കല്ലിൻ. ഞങ്ങളാണ് അവകാശികൾ, ഞങ്ങളാണിത് ചെയ്യേണ്ടത്, ഞങ്ങൾക്കാണിതിൻ്റെ യോഗ്യത, ഇതൊന്നും പറയല്ലിൻ. അലൈക്കും ബിത്തിഖാഇല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. പടച്ചവൻ കേൾക്കുന്നില്ലയോ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? വബിസ്സകീന, ശാന്തമാവിൻ. ഹത്താ യഅതിയകും അമീറുക്കും, നിങ്ങൾക്ക് അമീർ, മുഗീറ തങ്ങൾ മരിച്ചതിന് ശേഷം വരേണ്ട അമീർ ഇപ്പൊ വരും. ഇന്നഹു യഅതീകുമുൽ ആൻ ഫഇന്നമാ യഅതീകുമുൽ ആൻ. ഇപ്പൊ വരും, നിങ്ങളൊന്ന് ശാന്തമായിരിക്കണേ. ജനങ്ങൾ മുഴുവൻ ശാന്തമായിരുന്നു. മുഗീറ തങ്ങൾ മരിച്ചു കിടക്കുകയാണ് അവിടെ. ഇസ്തഅഫൂ ലി അമീരിക്കും,
നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ ഗവർണറായ മുഗീറത്ത് ബിൻ ശുഅബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കിൻ. പടച്ചവനെ, ഞങ്ങളുടെ നേതാവിനെ പുറത്തു കൊടുക്കണേ എന്ന് പറയിൻ. ഫഇന്നഹു കാന യുഹിബ്ബുൽ അഫ്വ. അദ്ദേഹം ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യനായിരുന്നു. ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തിരുന്ന ആളാ. അല്ലാഹുവിനോട് പറയും, നിങ്ങളുടെ നേതാവിന് മാപ്പ് കൊടുക്കണേ എന്ന്. അവരെ കൊണ്ട് ദുആരപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ്. ഇനി പറയുന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത്. അല്ലയോ ജനങ്ങളെ, ഇന്നി അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബായിഉഹു അലൽ ഇസ്ലാം. പുണ്യനബി തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഹബീബിന്റെ പള്ളിയിലേക്ക്, മദീന പള്ളിയിലേക്ക് എൻ്റെ ഒട്ടകപ്പുറത്ത് നിന്ന് എൻ്റെ കൂടെ വന്ന നിവേദക സംഘത്തിൻ്റെ കൂടെ ഞാനും മദീനയിലെത്തി റസൂലുള്ളാഹി തങ്ങളെ ഒരു നോക്ക് കാണാൻ കൊതിക്കുകയും ഹബീബിന്റെ കൈപിടിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറയാനുള്ള മോഹം കൊണ്ട് ഞാൻ മദീന പള്ളിയിലേക്ക് ഓടി വന്നത് ഓർക്കുകയാണ്. ഫശറത അലയ്യ. ഞാൻ മുസ്ലിമാവട്ടെ എന്ന് ഹബീബായ നബി തങ്ങളോട് ഞാൻ പറയുകയും, നോക്കണം, ഞാൻ ഹബീബിനോട് ആവശ്യപ്പെടാ, തങ്ങളെ എനിക്ക് ഷഹാദത്ത് ചൊല്ലിത്തരൂ, ഞാൻ മുസ്ലിമാവട്ടെ. ഫശറത അലയ്യ, ഞാൻ മുസ്ലിമാവുകയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ തങ്ങൾക്ക് വേണമെങ്കിൽ എന്തു പറയാം? ആയിക്കോട്ടെ, സന്തോഷം, ഒരാളും കൂടെ എണ്ണം കൂടല്ലേ. മദീനയിൽ ഹബീബിന്റെ അനുയായികളിലേക്ക് ഒരാളല്ല 100-ലേറെ ആളുകൾ ആ വഫദിൽ വന്നിട്ടുണ്ട്. ആ സംഘത്തിൽ അതിൽപ്പെട്ട ആളാണ് ജരീർ തങ്ങള്. അവിടെ വേറൊന്നും പറയാണ്ടവരെ സ്വീകരിച്ചാൽ മതി. പക്ഷേ പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കുന്നത് ശരി തന്നെയാണ്, നല്ല കാര്യമാണ്, അതിനപ്പുറം ഇനി വേറൊരു കാര്യം പറയാനില്ല. പക്ഷേ ഫശറത അലയ്യ, എന്നോട് പറഞ്ഞു, അന്നുസ്ഹി ലികുല്ലി മുസ്ലിം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണെന്നും ആ റബ്ബിന്റെ തിരുദൂതരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരോടും വന്നുസ്ഹി, അവർക്കെല്ലാം നല്ലത് വരണമെന്ന് ജരീറെ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണം. അത് ഓർത്തിട്ട് മതി നിങ്ങൾ മുസ്ലിമാവൽ. നിങ്ങൾ മുസ്ലിമായാൽ ഈ ചിന്ത എപ്പോഴും കൊണ്ടു നടക്കണം. അതിന് പറ്റുമോ? അതിന് പറ്റുമോ? പറ്റും നബിയേ, ഞാനത് ചെയ്യാം. വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും. കള്ളു കുടിച്ച് നടക്കുന്ന മനുഷ്യനാണെന്ന് വിചാരിക്കുക, അവനൊരു മുസ്ലിമായി ഉമ്മാക്കും വാപ്പാക്കും പിറന്നു, ഓൻ ജന്മത്തെ നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക, ഹുക്മെന്താ? അവൻ കാഫിറാവോ? അവൻ ആസുയാണ്, അവൻ തെറ്റ് ചെയ്ത മനുഷ്യനാണ്. മുസ്ലിമല്ലേ? മുസ്ലിമാണ്. പിന്നെ അവൻ പറയണം, ഞാൻ എക്സ് മുസ്ലിമാണ്, ഞാൻ പോയിട്ടുണ്ട്. അവിടെ പിന്നെ തീർന്നു. നിഷേധിക്കാത്ത കാലത്തോളം അവൻ നിസ്കരിച്ചില്ല, നോമ്പ് നോറ്റില്ല എന്നൊക്കെ ശരിയാണ്. സർവ്വ കുരുത്തക്കേടും ചെയ്തിട്ടുണ്ട് എന്നതും ശരിയാണ്. മരിച്ച മയ്യത്ത് നിസ്കരിക്കണ്ടേ? എന്താ ഹുക്മ്? മയ്യത്ത് നിസ്കരിക്കണം. എന്തേ? ഫഹുവ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ. വഹിസാബുഹു അലല്ലാഹ്, ആള് രക്ഷപ്പെടോ ഇല്ലേ അത് അല്ലാഹുവിന്റെ അടുത്തുള്ള കാര്യം, നമ്മൾ ആരും തീരുമാനിക്കേണ്ട കാര്യമില്ല. ആള് മുസ്ലിമാണോ? മുസ്ലിമാൻ. ആ മനുഷ്യന് പോലും നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ. എത്ര തെറ്റ് ചെയ്ത് നടക്കുന്ന മനുഷ്യനാണെങ്കിലും അവൻ നന്നാവണം. പടച്ചോനെ, അവനെ നീ സ്വീകരിക്ക റബ്ബേ, അവന് ഹിദായത്തിന്റെ വഴി നീ കൊടുക്കു പടച്ചോനെ, അവനെ നീ സ്വീകരിക്കണേ, അവനെ നീ പൊരുത്തപ്പെടണേ റബ്ബേ എന്ന് ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരാറുണ്ടോ? എങ്കിൽ നമ്മൾ ഒന്നാം തരം മുസ്ലിമീങ്ങളാണ്. ഇസ്ലാമിൻ്റെ ഷിആർ എന്ന് പറയുന്നത് ഈ നസ്വിഹത്താണ്. ഓരോരുത്തർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കലാണ്. ഈ ആഗ്രഹം പോയിട്ട് വെറുപ്പായിട്ട് മാറിയ എന്താവും? മുസ്ലിമീങ്ങളെ കാണുമ്പോൾ തന്നെ അവർ വെറുപ്പ്. നസ്വിഹത്ത് വേണമെന്നാ പറഞ്ഞത്. പിശാച്ച് നമ്മളെ വഴിതെറ്റിക്കാൻ ഇടവരുത്തല്ലേ. പിശാച്ച് നമ്മളെ എടുത്ത് റാഞ്ച് കൊണ്ടുപോകും. ദീൻ അവിടെ വെച്ചിട്ട് വേറെന്തിൻ്റെയൊക്കെയോ പിന്നാലെ നമ്മൾ ഓടുന്ന അവസ്ഥ വരും. മഅദല്ലാഹ് വന്നുസ്ഹി ലികുല്ലി മുസ്ലിം, ഇത് ദീനിൻ്റെ അടിസ്ഥാനമാണ്. ഓരോ മുസ്ലിമിനും നന്മ വരണം എന്ന് ആഗ്രഹിക്കണം. എന്നിട്ട് മഹാനായ ജരീർ തങ്ങൾ പറയാ, തങ്ങളോട് ഞാൻ പറഞ്ഞു, നബിയേ ഞാൻ ഒരുക്കമാണ് റസൂലെ, എനിക്ക് കലിമ ചൊല്ലിത്തരൂ. അപ്പോഴാ തങ്ങൾ കലിമ ചൊല്ലി കൊടുക്കുന്നത്. വന്നുസ്ഹി ലികുല്ലി മുസ്ലിം,
മഹാനവറുകൾ പറഞ്ഞു വറബ്ബി ഹാദൽ മസ്ജിദ്, മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുന്ന ഈ മസ്ജിദിനെ തന്നെയാണ് സത്യം. റബ്ബി ഹാദൽ, ഈ മസ്ജിദിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നി ലക്കും ലനാസിഹ്, ഞാൻ നിങ്ങൾക്ക് ഗുണമുദ്ദേശിച്ച് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശാന്തമായി ഇരിക്കുന്നെന്ന് പറഞ്ഞത്. ഇവിടെ അടിപിടി ഉണ്ടാവരുത്, മുസ്ലിം ഉമ്മത്ത് തമ്മിലടിക്കരുത്, ഇവിടെ പരസ്പരം ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയുന്ന അവസ്ഥ വരരുത്. നിങ്ങളൊക്കെ നന്നാവണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ ഞാൻ എൻ്റെ റസൂലുള്ളാഹിക്ക് വാക്ക് കൊടുത്തതാണ്, ഈ ഉമ്മത്തിന് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ അടിപിടി ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ഈ പള്ളിയിലെ മുഴുവൻ ആളുകളോടും ഞാൻ പറയാണ്, അലൈക്കും ബിത്തിഖാഇല്ലാഹി വസ്സകീന. ഇവിടെ അമീറില്ല എന്ന് വിചാരിച്ച്, നേതാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ബഹളം ഉണ്ടാക്കുകയാണോ? അടങ്ങിയിരിക്കണം, ശാന്തമാകണം, അള്ളാഹിനെ പേടിച്ചോളൂ എന്ന് ആ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് മഹാനായ യൂസുഫ് സ്വഹാബ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു, ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. ഇത് ബേസിക്കാണ്. അടിസ്ഥാനം തറയല്ലേ, പിന്നെ ബിൽഡിങ്ങിന്റെ മേലെ കെട്ടണം, തറയായിട്ടുള്ളൂ. ഇസ്ലാമിന്റെ റുക്കുനുകൾ 5 റുക്കുനുകൾ ഉണ്ടെന്ന് പറയുന്ന പോലെ നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, ഷഹാദത്തും, അത് പില്ലറാണ്, റുക്കുനുകളാണ്. പില്ലറുണ്ടായാൽ പാർക്കാൻ പറ്റുമോ? അതിന് ചോറ് വേണം, ഫർണിച്ചർ വേണം, പെയിന്റ് വേണം, ഒക്കെ വേണം. അതൊക്കെ പിന്നെ ചെയ്യാനുള്ളതാണ്. ഇത് അടിസ്ഥാനമാണ്, അതിൻ്റെ അസാസാണിത്. അതുകൊണ്ട് ആലിമീങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള വലിയൊരു ദൗത്യം, ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ദൗത്യമുണ്ട്. ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആരൊക്കെ ശ്രമിക്കാറുണ്ട്. നമ്മളെല്ലാവരും ഓൻ പുറത്ത്, ഇവൻ പുറത്ത്, ഈ പുറത്തൊക്കെ നല്ലത് അകത്തേക്ക് നമ്മൾ എത്ര പേരെ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ആലോചിക്കാറുണ്ടോ? ഞാൻ ചോദിക്കാം, നമ്മൾ എത്ര പേരെ അകത്തേക്ക് കൊണ്ടുവരുന്നു? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം നടക്കുമ്പോൾ ഒരാളുടെ കൂടെ ഒരാളെങ്കിലും ഏറെ, ഒരാളെ അഹ്ലുസുന്നയുടെ അഖീദയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ, ഒരാളെ ഞാൻ നന്നാക്കി കൊണ്ടുവരട്ടെ എൻ്റെ കൂടെ. ആ മഹാസംഗമത്തിലേക്ക് വരുമ്പോൾ ഞാനൊരു 10 പേരെ എൻ്റെ നാട്ടിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു, ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവരായി ഞാൻ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് ശപഥം ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് അദ്ദീനു അന്നസ്വീഹ. ദീൻ എന്ന് പറയുന്നത് ഗുണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സിറ്റ് അടിച്ച് കൊടുക്കലല്ല, പുറത്താക്കലല്ല. ഇത് പോയി ഇത് പുറത്ത്, ഇത് പുറത്തല്ല. പിന്നെ ആരുണ്ടാവും അവിടെ? നമ്മൾ അകത്തേക്ക് ദഅവത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കാൻ പറയുന്ന വാക്കാണ് ദഅവത്ത്. വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കുന്ന വാക്കാണ് ദഅവ. ഒരു ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഈ ദീനിലേക്ക്, സമസ്തയിലേക്ക്, അഹ്ലുസുന്ന വൽ ജമാഅത്തിലേക്ക് ഒരു മനുഷ്യരെ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികളാകുന്നത്. തങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ നസ്വീഹത്തിൻ്റെ ചിന്തകൾ നമ്മളിൽ വേണം. ഇതൊക്കെ നമ്മൾ ഹദീത്തിൽ കിടക്കും ചെയ്യുക, നമ്മൾ വേറെ ഏതോ ലോകത്തോടും ചെയ്യുക. ഇതെന്ത് കാര്യം? നമ്മളിലാണിത് വേണ്ടത്. അലൈക്കും ബിൻ നസ്വീഹ്, അലൈക്കും ബിത്തിഖാഇല്ലാഹി വസ്സകീന. മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറഞ്ഞ ഈ വാക്കുകളെ ഇന്നും നമ്മുടെ കർണപുടങ്ങളിൽ അലയടിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകട്ടെ. അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ആലിമീങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റു. ആലിമീങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റു. അവര് ഈ ഉമ്മത്തിന് വേണ്ട ദൗത്യങ്ങൾ അവർ നിർവഹിക്കുകയും ചെയ്തു. ഷാമിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു സ്വഹാബിയുണ്ട്, അബൂ മറിയം റളിയല്ലാഹു അൻഹു. സ്വഹാബികളിൽ അബൂ മറിയം, മറിയമിന്റെ വാപ്പ എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞത്തുള്ള ഒരു ഒറ്റ സ്വഹാബി ഉണ്ടായിട്ടുള്ളൂ എന്ന്, അബൂ മറിയം. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഈ സംഭവം രേഖപ്പെടുത്തി. മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലാണ്. അബൂ സുഫിയാൻ തങ്ങളുടെ മകൻ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ, വാപ്പയും സ്വഹാബിയാണ്, മോനും സ്വഹാബിയാണ്. ഷാമിലേക്ക് മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു. മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഏകദേശം എന്തായാലും ഒരു 1500 മുതൽ 2000 കിലോമീറ്റർ യാത്ര ചെയ്യണം. 2000 കിലോമീറ്റർ ആലോചിച്ച് നോക്കി. അബൂ മറിയം റളിയല്ലാഹു അൻഹു അന്നത്തെ ഖലീഫയായിരുന്ന മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ഷാമിലേക്ക് യാത്ര പുറപ്പെട്ടു. ഷാമിലേക്ക്, ഇന്നത്തെ സിറിയയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക്, ഡമസ്കസിലേക്ക്.
മാ അസ്അദനാ ബിക യാ അബാ മറിയം, അബൂ മറിയമേ നിങ്ങൾ വന്നതുകൊണ്ട് വല്ലാത്ത സന്തോഷമുണ്ട് എനിക്ക്. ആ സ്വഹാബി കടന്നു വരികയാണ്. ആരുടെ അടുത്തേക്ക് വരുന്നതെന്നറിയോ? അന്നത്തെ ഖലീഫയുടെ മുമ്പിലേക്ക്. മാ അസ്അദനാ ബിക യാ അബാ മറിയം, അബൂ മറിയമേ നിങ്ങൾ വന്നതുകൊണ്ട് വല്ലാത്ത സന്തോഷമുണ്ട്. എന്താ നിങ്ങൾ നമുക്ക് കൊണ്ടുവന്ന വിശേഷം? എന്താ നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നത്? എന്ത് നല്ല വാർത്തയാണ് നിങ്ങളുടെ കൂടെയുള്ളത് എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ മറിയം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദീസുൻ സമിഅ്തുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് സമ്മാനമായി ഞാൻ നൽകുന്നത് എൻ്റെ ഹബീബ് പറഞ്ഞ ഒരു ഹദീസാണ്. ഈ ഹദീസ് പറയാനാണ് ഈ 2000 കിലോമീറ്റർ യാത്ര ചെയ്തത്. ആലോചിച്ച് നോക്കി. അതുമാത്രമല്ല, ഈ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചായ പോലും കുടിക്കാതെ അവിടെ ഇറങ്ങിപ്പോരുകയും ചെയ്തു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലെങ്ങാനും അധികാരം കയ്യിൽ കിട്ടുമ്പോൾ മനുഷ്യർക്ക് എന്തെങ്കിലും ചില താൻപോരിമയോ അധികാരത്തിന്റെ ദുർവിനിയോഗമോ മനസ്സിൽ വരാം. അങ്ങനെ ഒരു ചിന്ത മുആവിയ റളിയല്ലാഹു അൻഹുവിന് വരരുത് എന്നാഗ്രഹിച്ചുകൊണ്ട്, അതൊരു ഗുണകാംക്ഷിക്കലാണ്, അതൊരു നസ്വിഹത്താണ്. ഒരു മനുഷ്യന് നന്മ വരണം. അധികാരത്തിന്റെ ആ ഒരു പ്രസരിപ്പിൽ എന്തും ചെയ്യാമെന്ന തോന്നലൊന്നും വന്നു പോകരുത്. ഹജ്ജാജ് ഇബ്നു യൂസുഫിനതാ സംഭവിച്ചത്. മുആവിയ തങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി വന്ന സ്വഹാബിയാണ് അബൂ മറിയം റളിയല്ലാഹു അൻഹു. എന്താ കൊണ്ടുവന്നത് മദീനയിൽ നിന്ന് എന്ന് ചോദിച്ചു. അജ്വ ഈത്തപ്പഴമല്ല, മക്കത്ത് നിന്ന് സംസം കൊണ്ടുവന്നിട്ടുമില്ല. ആകെയുള്ളത് ഒരു ഹദീസാണ്. യാത്ര നടന്നു പോവാണ്, ഒട്ടകപ്പുറത്തും കാൽനടയായും ഷാം വരെ നടന്നെത്തിയ അബൂ മറിയം റളിയല്ലാഹു അൻഹു. ഹദീസുൻ സമിഅ്തുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസാണ്. ആ ഹദീസാണെങ്കിലോ ഒരു പ്രാർത്ഥനയാണ്.